أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 76-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരിലൊരു വിഭാഗക്കാർ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും പിന്നെ അവ ഗ്രഹിച്ച ശേഷം മനഃപൂർവ്വം മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണല്ലോ. ഈ വചനത്തെ സംബന്ധിച്ചിട്ടുള്ള ദർസാണ് കഴിഞ്ഞ ദർസിലും നമ്മൾ ശ്രവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദരത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: സൂറ മുഅ്മിൻ എന്ന പദത്തിൻ്റെ ഒപ്പം ബാ സില, അതായത് ബാ എന്ന സില എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻ, അത് ഉപയോഗിച്ചിട്ടുള്ളത് ഖുർആനിലെ 2 സ്ഥലങ്ങളിലാണ്. ലാം സിലയുടെ ഉപയോഗം മുഅ്മിൻ എന്ന രൂപത്തോടൊപ്പം ലാം സില, അതായത് ലാം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കാര്യം വിശ്വസിക്കുക, സത്യപ്പെടുത്തുക എന്ന രീതിയിൽ മാറുന്നു. ഇത് മതപരമായ ഈമാനിനേക്കാൾ ഭാഗികമായ സത്യപ്പെടുത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. ലാം സിലയുടെ ഈ ഉപയോഗം ഖുർആനിൽ ഒരിടത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. സൂറ യൂസുഫിലെ 17-ാമത്തെ വചനത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചെന്നായ പിടിച്ചു എന്ന് കള്ളം പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ. ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പോലും താങ്കൾ ഞങ്ങളെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്ക് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ മുഅ്മിൻ ലന എന്നതിൻ്റെ അർത്ഥം അള്ളാഹിലുള്ള വിശ്വാസം എന്നല്ല, മറിച്ച് ഞങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നയാൾ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് സമ്മതിക്കുന്നയാൾ എന്നാണ്. അതായത് ഒരു പ്രത്യേക കാര്യത്തിലെ അംഗീകാരം എന്ന അർത്ഥമാണ് ഇവിടെ പ്രധാനം. അറബിയിൽ ആമന എന്ന ക്രിയയുടെ ജംഅ് മുത്തകല്ലിം രൂപമായ നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു എന്നതിനോടൊപ്പം ബാ സിലയും ലാം സിലയും ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ വ്യാഖ്യാനവും അർത്ഥവ്യത്യാസങ്ങളുമാണ് ഇനി വിവരിക്കുന്നത്. നുഅ്മിനു എന്ന പദവും അതിൻ്റെ സിലകളും നുഅ്മിനു എന്ന ക്രിയാരൂപത്തോടൊപ്പം 4 സ്ഥലങ്ങളിൽ ബാ സില ഉപയോഗിച്ചിരിക്കുന്നു. അവിടെയെല്ലാം ഈമാൻ, പൂർണ്ണ വിശ്വാസം എന്നർത്ഥമാണ്. 8 സ്ഥലങ്ങളിൽ ലാം സില, അതായത് ലാം പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം ഇതാഅത്ത്, അതായത് അനുസരണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം അംഗീകരിക്കൽ, അതായത് ജുസ്വി തസ്ദീഖ് എന്നർത്ഥമാണ് കൂടുതൽ പ്രബലം. ഇനി ലാം സില ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ സൂറത്ത് ശൂറയിൽ 111-ാമത്തെ വചനത്തിൽ കുഫാറുകൾ, അതായത് സത്യനിഷേധികൾ ചോദിക്കുന്നുണ്ട്: ഖാലു അനുഅ്മിനു ലക വത്തബഅകൽ അർസലൂൻ. അവർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ അനുസരിക്കുകയോ നിങ്ങളെ പിന്തുടരുന്നതോ താഴ്ന്ന വിഭാഗക്കാരല്ലേ. ഇവിടെ അനുസരണം അഥവാ വിധേയത്വം എന്നർത്ഥമാണ് കൂടുതൽ യുക്തം. താഴ്ന്ന ആളുകൾ പിന്തുടരുന്ന ഒരാളെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ അനുസരിക്കും എന്നാണ് അവരുടെ ചോദ്യം. ഇതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ 47-ാമത്തെ വചനത്തിൽ ഫിറൗൻ്റെ ആളുകൾ ചോദിക്കുന്നുണ്ട്: കാലു അനുഅ്മിനു ലിബശറൈനി മിസ്ലിന വ ഖൗമുഹുമാ ലനാ ആബിദൂൻ. അവർ പറഞ്ഞു, ഞങ്ങളെ പോലെയുള്ള 2 മനുഷ്യന്മാരെ ഞങ്ങൾ അനുസരിക്കുകയോ അവരുടെ ജനത ഞങ്ങൾക്ക് അടിമകളാണല്ലോ. അനുസരണം എന്നർത്ഥമാണ് ഇവിടെയും പ്രധാനം. അടിമകളുള്ളവരുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിക്കില്ല എന്ന ധാർഷ്ട്യവും. സൂറ അൽ ഇംറാനിലെ 183-ാമത്തെ വചനം:
അവിടെ വേദക്കാർ പറഞ്ഞതായി ഖുർആൻ പറയുന്നു, അല്ലസീന ഖാലു ഇന്നല്ലാഹ അഹിദ ഇലൈന അല്ലാ നുഅ്മിന ലിറസൂലിൻ ഹത്താ യഅതിയന ബിഖുർബാനിൻ തഅകുലുഹുന്നാർ. തീ ഭക്ഷിക്കുന്ന ഒരു ബലി കൊണ്ടുവരുന്നത് വരെ ഒരു ദൂതനെയും ഞങ്ങൾ അനുസരിക്കില്ലെന്ന് അള്ളാഹു ഞങ്ങളോട് കരാർ വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവർ. ഇവിടെ പൂർണ്ണമായ ഈമാൻ എന്നതിനേക്കാൾ ഞങ്ങളൊരു ദൂതന്റെ വാക്ക്, അതായത് ഒരു കൽപ്പന അംഗീകരിക്കില്ല അഥവാ അനുസരണത്തിൽ വരില്ല എന്നർത്ഥമാണ് മറ്റ് ലാംസില പ്രയോഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ യുക്തം. സൂറ തൗബയിലെ 94-ാമത്തെ വചനം കപടവിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നു, കുല്ലാ തഅ്തസിറൂ ലൻ നുഅ്മിന ലക്കും ഖദ് നബ്ബഅനല്ലാഹു മിൻ അഖ്ബാരിക്കും. നബിയെ പറയുക, നിങ്ങൾ ഒഴികഴിവുകൾ പറയേണ്ട, നിങ്ങളുടെ വാക്ക് ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങളുടെ വിവരങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നുഅ്മിനു ലക്കും എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഒഴികഴിവ് ഞങ്ങൾ വിശ്വസിക്കുകയില്ല, അംഗീകരിക്കില്ല എന്നാണ്. സൂറ അറാഫില് 132-ാമത്തെ വചനത്തിലും ഫിറൗന്റെ ജനത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നീ ഏത് ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും നിന്നെ ഞങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്.